ചെയ്യരുത്. എന്താണെന്നറിയോ, ഇപ്പം അത് ആരുടെയോ ഭാര്യ അല്ലെങ്കിൽ സഹോദരി. ഇത് ശീലമാവുമ്പോൾ എന്നും എപ്പോഴും അങ്ങനെ ഒരാളെ കിട്ടിയെന്ന് വരില്ല. അപ്പോഴാണ് സ്വന്തം അമ്മ കുളിക്കുന്നതും സഹോദരി വസ്ത്രം മാറുന്നതും ഷൂട്ട് ചെയ്യാൻ തുടങ്ങുക. അത് പിന്നെ ഇന്റർനെറ്റിലും സെൽഫോണിലും കിടന്ന് ലോകം മുഴുവൻ കറങ്ങാൻ തുടങ്ങും. അതറിയുമ്പോഴാണ് നിനക്കൊക്കെ ജന്മം തന്ന ഒരാളുണ്ടല്ലോ, ഈ സെൽഫോണൊക്കെ വാങ്ങിക്കാൻ കാശ് തന്ന ഒരാൾ, എന്നേക്കും തല താഴ്ന്നു പോവും ആ പാവത്തിന്റെ. ചേട്ടന്റെ ഫോൺ അത് വിട്ടേക്ക് പോ ചേട്ടാ. ഹലോ ജയന്തി, സോറി, എനിക്ക് വരാൻ കഴിയില്ല. എന്താ രാജു? ഒന്നുമില്ല മാഡം. ആ പിള്ളേര് ഫോൺ ടൈം കൊണ്ട് ഷൂട്ട് ചെയ്യായിരുന്നോ? ഒരു സ്ത്രീ തനിച്ചിരുന്ന അവിടേക്ക് കണ്ണു നീട്ടുന്നതാണ് 2015 ഈ നാടിന്റെ സംസ്കാരം. രാജു ഇരിക്ക. വേണ്ട വേണ്ട, ഇരിക്ക രാജു. അപ്പൊ ഞാൻ തനിച്ചാണെന്ന് തോന്നില്ലല്ലോ. ഒരു പകലിന്റെ പരിചയം കൊണ്ട് ഒരു ടാക്സി ഡ്രൈവർ ചോദിക്കാൻ പാടില്ല. എങ്കിലും ചോദിച്ചോട്ടെ, എന്താ മാഡം പ്രശ്നം? എൻ്റെ ഭർത്താവ്, അത് മാത്രമാണ് എൻ്റെ പ്രശ്നം. എന്തുപറ്റി? മിസ്സിംഗ് അല്ലെങ്കിൽ ഹൈഡിങ്. ഇന്ന് ഉച്ചയ്ക്ക് വിളിക്കുന്നു. കോവളത്തൊരു ഒഫീഷ്യൽ മീറ്റിംഗിലാണെന്ന് പറയുന്നു. ഹിസ് എ കസ്റ്റംസ് ഓഫീസർ. അത് കഴിഞ്ഞ് മൈത്രിയുടെ അച്ഛൻ, നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ സാറ്. ആ അതെ, ചന്ദ്രേട്ടൻ. ചന്ദ്രേട്ടൻ പറയുന്നു പോലീസ് അന്വേഷിച്ചപ്പോൾ ആ ഫോൺ ഇവിടെയാണുള്ളതെന്ന്. ദാറ്റ് മീൻസ് ഹി സംവെയർ അറൗണ്ട് ഹിയർ. എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും മാഡം. തൽക്കാലം മാഡത്തിനോട് പറയാൻ പറ്റാത്ത ഉണ്ടാവുന്നേ. ഭർത്താവിന് ഭാര്യയോട് പോലും പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ ഉണ്ടാവുന്നത് ഇറ്റ്സ് എ ബാഡ് സൈൻ. കം രാജു, ലെറ്റ്സ് ഗോ. എന്നെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്ത് നാളെ കാർ വേണമെങ്കിൽ ഞാൻ രാവിലെ വിളിക്കാം. ശരി. രാജു തന്നെ വന്നാൽ മതി കേട്ടോ. ചേട്ടാ ഫോൺ. ചേട്ടാ സോറി ചേട്ടാ. ഇപ്പൊ എന്ത് ചെയ്യാനാ വെച്ചാലേ അണ്ണമ്മനുണ്ട്. ആരാണ്ടാ? ദേ നിൽക്കണ ആളാണല്ലോ. താനാണ് ഈ പിള്ളേരുന്ന് മൊബൈൽ വാങ്ങിച്ചത്? ഈ ഫോൺ കൊണ്ടുപോകാനൊന്നും പോണില്ല. കൊടുക്കാം. കൊടുക്കുന്ന എന്ത് ഏരിയ നോക്കി കളിക്കട്ടാ. എന്റെ സുഹൃത്തെ വെറുതെ വഴക്കിന് വരില്ലേ. ഈ പിള്ളേർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു, അങ്ങനെ ചെയ്യല്ലെന്ന് അവരോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തായിരുന്നു തന്റെ കൂടെ ഒരു പിക്ക് എടുത്തേനാ? മര്യാദ അല്ലെങ്കിൽ അവളുടെ ഉടുപ്പൊക്കെ വലിച്ചു കയറി ഞങ്ങൾ എല്ലാരും കൂടി ഒരു ഗ്രൂപ്പ് സെൽഫി എടുക്കും. കാണണോ? എന്താ സാറേ, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? മതി. മര്യാദക്കല്ലേ കൊച്ചിയിലെ പിള്ളേരെ തട്ടുപിടിക്കുന്നു. വേണ്ട വേണ്ട വേണ്ട, കൈ ധരിച്ചിട്ട് പാടില്ല. ഒരെണ്ണം കൊടുത്താലിക്ക കേസ് വിട്ടേരടാ. മാഡം കയറിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഏത് ഡാവാണിത്? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോടാ. എന്താടാ എന്താ നോക്കണ നീ? ഈ മുഖം മറക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് നോക്കിയതാ സുഹൃത്തെ. ആണോ? പോട്ടെ. പോ ചെല്ല്. വണ്ടി വിട് പോട്ടെ. കുട്ടികളാണ്, ആ പ്രായത്തിന്റെ വികൃതികൾ അവർ കാട്ടും. എങ്കിലും ചിലപ്പോ പരിധി വിട്ടു പോകും. മാഡം, എന്റെയൊക്കെ കുട്ടിക്കാലത്തൊരു പ്രശ്നത്തെ ചെന്ന് പെടുമ്പോൾ ആദ്യം കൂട്ടുകാരെയാണ് വിളിച്ചിരുന്നത്. ഇപ്പൊ തെരുവ് ഗുണ്ടകളുടെ സഹായമാണ് കുട്ടികൾ തേടുന്നത്. എന്താ ചെയ്യാ? Yes, Raju. You're right. It's becoming worse.
Ding ding bells are ringing. Ding ding ding. Ding ding bells are ringing. Ding 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 bells are ringing.